നമസ്കാരം. ഒരേ ഒരു ചോദ്യം. 27-ാം തീയതി രാത്രി 10:30 മണി കഴിയുന്ന സമയത്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു ഒരാൾ. തൻ്റെ വാഹനം മേയർ MLA 2 പേർ തടസ്സപ്പെടുത്തിയെന്നും മറ്റ് 3 പേർ തങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്നും തൻ്റെ സർവീസ് മുടക്കിയെന്നും യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കിയെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പരാതി രേഖാമൂലം എഴുതി കൊടുക്കുന്നു. ആ പരാതി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് അവിടെ നിന്ന് കോപ്പിയെടുത്ത് ബന്ധപ്പെട്ടവർക്ക് ആർക്കൊക്കെയോ, അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആർക്കൊക്കെയോ അയച്ചു കൊടുത്തു എന്ന് തോന്നുന്നു. അതിനുശേഷം ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഒരു പരാതി തയ്യാറാക്കി പിറ്റേന്ന് പകൽ ആ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ പരാതി ആദ്യ പരാതിയായി സ്വീകരിച്ചുകൊണ്ട് പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അതിൽ യദുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, ജാമ്യത്തിൽ വിടുന്നു. ഇത്രയുമാണ് ഉണ്ടായത്. ഇതൊന്നുമില്ലാതെ തന്നെ യദുവിനെ കസ്റ്റഡിയിലെടുത്ത് പുലർച്ചെയോളം ഒരു KSRTC ഡ്രൈവറെ പുലർച്ചെയോളം അവിടെ ഇരുത്തി. അതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അദ്ദേഹം 1 മണി കഴിയുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് വാഹനമെടുത്ത് ഈ കൊടുംചൂടിൽ, നമുക്കറിയാം ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്നുള്ളത്, ആ കൊടുംചൂടിൽ അത്രയും ദൂരം ഓടിച്ച് തിരുവനന്തപുരത്ത് ഡിപ്പോയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഏകദേശം 1, 2, 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഡിപ്പോയിലെത്തി, 3 കിലോമീറ്റർ എത്തി കഴിഞ്ഞാൽ അത്രയും അടുത്തെത്തി എങ്ങനെയെങ്കിലും ആ വണ്ടി ഡിപ്പോയിൽ എത്തിച്ച് അദ്ദേഹത്തിനൊന്ന് വിശ്രമിക്കേണ്ട സമയത്ത് ആ 3 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് നേരം വെളുക്കോളം ഉറക്കം നിഷേധിച്ച് ഇരുത്തി പിറ്റേന്ന് അത് കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇത്രയാണ് ആ സംഭവം. ഇനി ഞാൻ ചോദിക്കുന്നത് പത്രക്കാരോടാണ്. നിങ്ങൾ അന്ന് മുതൽ ഈ ഡ്രൈവർ യദുവിൻ്റെ ബൈറ്റ് എടുക്കുന്നു, വാർത്ത കൊടുക്കുന്നു, യദുവിനെ പൊങ്കാലയിടുന്നു, യദു പിന്നെ പീഡനവീരനാക്കുന്നു, പിന്നെ ഇപ്പം വേറെ ചില അവതാരങ്ങൾ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ 100 ഇൻ്റർവ്യൂകൾ എല്ലാ ചാനലുകളും വിളിക്കുന്നു, വന്ന് ബൈറ്റെടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് യദുവിൻ്റെ പരാതി, യദു അവിടെ കൊടുത്തിട്ടുള്ള പരാതി സ്വീകരിക്കാത്തത്, പോലീസ് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചോ? പരാതി സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തുകൊണ്ടാണ് ആ പരാതി സ്വീകരിക്കാത്തത്, അന്വേഷിക്കാത്തത്? വെറുതെ ചോദിച്ചാൽ മതി. പോലീസ് പറഞ്ഞ ന്യായം, ആ ന്യായം തന്നെ അവർ കൊടുക്കട്ടെ, വാർത്തയിൽ കൊടുക്കട്ടെ, അതിന് എതിർപ്പില്ല. പക്ഷെ അത്തരം ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അതുപോലെ ഈ പേര് പറയപ്പെട്ട MLA, ഈ പറഞ്ഞ മേയർ, അതുപോലെ മറ്റുള്ളവർ, ഇവരുടെ ആരുടെയും ബൈറ്റ് എടുക്കാനോ ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഇതിനെല്ലാം സാക്ഷികളായിട്ടുള്ള യാത്രക്കാരുണ്ട്, അവരോട് വിവരങ്ങൾ ആരായാനോ അവരുടെ ബൈറ്റ് എടുക്കാനോ, പിന്നെ ഇതിനെല്ലാം സാക്ഷികളായി ആ സിഗ്നലിൽ വണ്ടി കിടക്കുന്ന സമയത്ത് പരിസരത്ത് തടിച്ചുകൂടിയവരും ആ പരിസരത്തെ സ്ഥാപന ഉടമകളും ഒക്കെ ഉണ്ട്. അവരുടെ ആരുടെയെങ്കിലും ബൈറ്റ് എടുത്തോ? ഇല്ല. ആരുടെയും പക്കൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനോ വാർത്തകൾ സത്യസന്ധമായി കൊടുക്കാനോ ഈ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല. പകരം യദു എന്ന ആ ഒരു ചെറുപ്പക്കാരൻ, ഒരു പാവപ്പെട്ടവൻ, 715 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് പണിയെടുത്തുകൊണ്ടിരുന്നവൻ, അയാളെ പിടിച്ചു കുടഞ്ഞ് അയാളിൽ നിന്ന് എന്തെങ്കിലും, നാവിൽ നിന്ന് എന്തെങ്കിലും വീഴുമെന്നുണ്ടെങ്കിൽ അത് വീഴുന്നതനുസരിച്ചിട്ട് നമുക്ക് പുതിയ കഥകൾ ഉണ്ടാക്കി ചാനൽ റേറ്റിംഗ് കൂട്ടാം, തങ്ങൾക്ക് കായ് ഉണ്ടാക്കാം എന്ന ഒരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഈ പത്രപ്രവർത്തകർ നടക്കുന്നത്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്ന് യദു കോടതിയിൽ പോയി ആ കേസ് കൊടുത്തതിന് ശേഷം, അവിടെ ഹർജി കൊടുത്തതിന് ശേഷം തിരികെ ഇറങ്ങി വന്ന് പത്രക്കാരോട് കാണുമ്പോൾ പത്രക്കാരിൽ ആരും ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് തലേ ദിവസം ഈ സംഭവം നടക്കുന്ന 27-ാം തീയതി രാത്രി 10-10:30 മണിക്ക് അദ്ദേഹം പരാതി കൊടുക്കുന്നു. പിറ്റേന്ന് 28-ാം തീയതി രാവിലെ 10:00-ക്കാണ് അദ്ദേഹത്തെ വിട്ടയക്കുന്നത്. ആ വിട്ടയച്ച സമയത്ത് അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ, അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ആ സമയത്ത്, താൽക്കാലികമായിക്കോട്ടെ സ്ഥിരമായിക്കോട്ടെ, ഏതായാലും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വാഹനം വിട്ട ഒരു സ്ഥാപനമാണ്, അതായത് അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ആ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ കാണേണ്ടതുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം ഓടിച്ചുകൊണ്ട് വന്ന ഈ വഴിക്കൽ പോലീസ് പിടിച്ചിട്ട് ആ വാഹനം അവിടെ കിടക്കുന്നു. അദ്ദേഹം അതിൻ്റെ വാതിൽക്കൽ ചെന്ന് നോക്കിയ സമയത്ത് അവിടെ അതിൻ്റെ CCTV അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അതിനെ ഞാൻ അവിടെ പരിശോധിച്ചിരുന്നു. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാമല്ലോ, പല കാര്യങ്ങളും പല രീതിയിൽ ആയിപ്പോകും. ഇന്ന് മാത്യു കുഴൽനാടൻ, കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ്റെ പത്രസമ്മേളനം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പത്രസമ്മേളനത്തിൽ
ഒരു വാചകം വരുന്നുണ്ട്, വെറുതെ നമ്മൾ എന്തിനാണ് സമയം കളയാതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമയം കളയാതിരിക്കുന്നത് നാക്കുവഴിയാണ്, വെറുതെ നമ്മൾ സമയം കളയണ്ടല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമയം കളയുന്നത് എന്നാണ് പറഞ്ഞത്. ഇതുപോലെ നാക്കുപിഴകൾ എല്ലാവർക്കും വരാറുണ്ട്. മറ്റൊരു മാധ്യമം ഈ അടുത്ത കാലത്ത് വിവരം കെട്ട ഒരു വർത്തമാനം പറയുന്നുണ്ടായിരുന്നു, ഉദ്യോഗജനകമായ എന്ന് പറയുന്നത് കൊണ്ട്. ഉദ്യോഗജനകം, എൻ്റെ മനസ്സിൽ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഒരു ജോലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്വേഗം എന്ന വാക്കാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ ഉദ്വേഗജനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭീതിപ്പെടുത്തുന്നത്, പേടിപ്പിക്കുന്നത് എന്നാണ്. ഇതുപോലും അറിയാത്ത, ഒരു മലയാള വാക്ക് പോലും അറിയാത്ത പത്രപ്രവർത്തകരാണ് ഇവരൊക്കെ. അങ്ങനെ വിവരവും ബോധവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത, നാക്കുളകിനെ കുറിച്ച് അറിയാത്ത ഈ പത്രപ്രവർത്തകർ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആ വാഹനം പരിശോധിച്ചു എന്ന് പറഞ്ഞല്ലോ എന്ന്. വാഹനം പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ വാഹനം അടിമുടി പരിശോധിച്ചു എന്നാണോ? അതിന് മെമ്മറി കാർഡും അതിന്റെ സിസ്റ്റവും എല്ലാം DVR ഒക്കെ പരിശോധിച്ചു എന്നാണ് പറയുന്നത്? അല്ലല്ലോ. അദ്ദേഹം അതുവഴി നടന്നു പോയപ്പോൾ അത് അവിടെ നോക്കി. ജസ്റ്റ് അദ്ദേഹത്തിന്റെ വാഹനമാണ്, ആ വാഹനമായത് കൊണ്ടൊന്ന് നോക്കിയപ്പോൾ അത് കണ്ടു. ആ വിവരം അയാൾ സത്യസന്ധനായതുകൊണ്ട്, ഒരു സാധു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം അത് അവിടെ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലാണ് ഇവിടെ എടുത്തിട്ട് അത് പരിശോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങൾ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടയാക്കി തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഏതോ ഒരു നടിയെ എന്തോ പറഞ്ഞു എന്തുകൊണ്ട് ഒരു പുതിയ പരാതി വന്നു അത്രേ. എന്തുകൊണ്ടാണ് ഈ ചാനലിന്റെ ഈ വക്താക്കൾ ഇവരെല്ലാം കൂടി അവരെ കോൽമാന്ത്രവും എല്ലാം കൂടി തൂക്കിയെടുത്തുകൊണ്ട് ആ സിനിമാ നടിയുടെ അടുത്ത് ചെന്ന്, അല്ലെങ്കിൽ നടിയുടെ അടുത്ത് നിന്ന് ആരായിക്കോട്ടെ, അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു ബൈറ്റ് എടുക്കാത്തത്, അവർ പറയുന്നത് എന്തേ കൊടുക്കാത്തത്? അതൊന്നും കൊടുക്കാതെ ഒരു സാധു മനുഷ്യൻ, ഒരു അയ്യോ പാവി, അവനിൽ നിന്ന് എന്തെങ്കിലും വീഴുമെന്നറിയാൻ വേണ്ടി ഈ കോട്ടും കോണം കൊടുക്കാനും എല്ലാം കൂടെ താങ്ങി എടുത്തുകൊണ്ട് ഇയാളെ പിന്നാലെ നടക്കുകയാണ്. സത്യത്തിൽ ഇവരാണ് ഈ നാട് കുട്ടിച്ചോറാക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കലല്ല, വാർത്തകൾ സൃഷ്ടിക്കലാണ്. ആരുടെയെങ്കിലും നാവിൽ നിന്ന് എന്തെങ്കിലും വീണു പോയി കഴിഞ്ഞാൽ ആ വീഴുന്നതിനെ വാർത്തയാക്കി അതിനെ വളച്ചൊടിച്ച് പൊലിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ വാദികളായിട്ടുള്ള, അതായത് യദുവിനെ സംബന്ധിച്ചിടത്തോളം പ്രതികളായിട്ടുള്ള 2 വ്യക്തികളുണ്ട്, ഒരു MLA-യും ഒരു മേയറും. അവരുടെ ബൈറ്റ് എടുത്ത് ഇതുപോലെ പ്രസിദ്ധപ്പെടുത്തുന്നില്ല. ആ യാത്രക്കാരെ എവിടെയും കാണാനില്ല, അതുപോലെ ആ കണ്ടക്ടറുടെ ബൈറ്റ് കാണാനില്ല, ആരുടെയും കാണാനില്ല. ഇവിടെ നീളമുള്ള കോലും തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് മുഴുവൻ യദുവിന്റെ പിന്നാലെയാണ്. അതുകൊണ്ടാണ് ഹർജി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ യദുവിന് അങ്ങനെ പറയേണ്ടി വന്നത്. കാരണം അയാളൊന്ന് വെറുതെ വിട്ടൂടെ? എന്താണ് ഈ മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്? അവർക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് മര്യാദയുടെ ഭാഷയിൽ, മാന്യതയുടെ ഭാഷയിൽ അവരോട് ചോദിക്കാം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ, എന്താണ്? അപ്പോൾ അയാൾ അത് ഇന്നതാണ് എന്ന് പറയും. അവിടെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ മാധ്യമങ്ങൾക്കില്ല. അതിന് അവരെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ചോദ്യം ചെയ്യാനും വിചാരണ നടത്താനും ശിക്ഷിക്കാനും അവർക്ക് ആരാണ് അവകാശം ഉണ്ടായത്? മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടി അവർക്കറിയില്ല. മര്യാദയ്ക്ക് വാക്കുകൾ പറയാൻ കഴിയുന്നില്ല അവർക്ക്. ഇപ്പോൾ അതിനുശേഷം അഡ്വക്കേറ്റുമായി സംസാരിക്കുമ്പോൾ വിനോദ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹം ചോദിച്ച ഒരൊറ്റ ചോദ്യമേ, പുതിയ ആരോപണം കൊണ്ടുവന്നിട്ടുള്ള KSRTC ബസ്സിലെ കണ്ടക്ടർ ആരാണെന്ന് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ വേറെ കാര്യങ്ങളാണ് പറയുന്നത്. ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്നാണ് മറുപടി പറയുന്നത്. അതായത് അവരെന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള മറുപടി ഇവർ കൊടുത്തുകൊള്ളണം എന്നുള്ള ഒരു തരം നിലപാട്. ഈ വൃത്തികെട്ട നിലപാടാണ് മാധ്യമധർമ്മം എന്നാണ് ചിലരൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത്. ഇതൊരു പഠിക്കലല്ല, നാട്ടുകാരെ മുഴുവൻ ഒരു വടിപ്പിക്കലാണ് എന്ന്, വളിപ്പിക്കലാണ്, വെറുപ്പിക്കലാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഈ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ ചാനൽ പ്രവർത്തനങ്ങൾ, ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതും ഇതേ തന്നെയാണ് അവസ്ഥ. നിങ്ങളുടെ മുതലാളിമാർ ഒന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചാടി ഇറങ്ങി പോകേണ്ടി വരും. അറിയാമല്ലോ, ഈ കോലും തൂക്കി ഒരു ബാഡ്ജും തൂക്കി വെക്കുമ്പോൾ എന്തോ ആയിന്നൊരു തോന്നലുണ്ടെങ്കിൽ തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്ന, അവനവന്റെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരിൽ ഒരാളാണ് നിങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മറന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവനാണ് ഒരു KSRTC ഡ്രൈവർ എന്ന് പറയുന്നത്. KSRTC ഡ്രൈവർമാരെല്ലാവരും മഹത്വമുള്ളവരാണെന്നോ മര്യാദയുള്ളവരാണെന്നോ ഞാൻ പറയുന്നില്ല. ഇന്ന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ KSRTC ഡ്രൈവറുടെ ഒരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് വിശദമായി. അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ KSRTC ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമൊന്നുമല്ല. അതൊക്കെ ശരി. ഇവിടെ ഈ യദു എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ഒരു പക്ഷേ പണ്ട് എന്തെങ്കിലും ആയിരിക്കാം, അതെന്തൊക്കെയോ ആയിക്കോട്ടെ, അതൊക്കെയാണ് ഇവർ പിടിച്ച് കുടയുന്നത്. ഇവർ ശരിക്ക് ഈ യദു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ KSRTC ഡ്രൈവറെ അല്ലാതെ ആരെങ്കിലും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? എവിടെയുമില്ല.
എവിടെയും കാണാനില്ല, ആരെയുമില്ല. അപ്പോൾ യഥമുള്ളിടത്തെ പദമുള്ളൂ എന്ന രീതിയിൽ ചെയ്തിച്ചിട്ട് നാണമില്ലാതെ ഇങ്ങനെ പത്രപ്രവർത്തനം നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാണമില്ലാത്തവനായി പോകും എന്നതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നാണമില്ലാത്തവരെ, നിങ്ങൾ എന്താണ് പത്രപ്രവർത്തനം എന്ന് മനസ്സിലാക്കി മര്യാദയ്ക്ക് പത്രപ്രവർത്തനം നടത്താൻ നോക്കി.